ഹായ്, എല്ലാവർക്കും സൈലന്റ് ബി എസ് സിയുടെ യൂട്യൂബ് കറണ്ട് അഫയർസ് സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് 2024 പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് 2025 പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി എന്ന്, അത് ഏതൊക്കെ വിഭാഗത്തിൽ ഏതൊക്കെ കൃതികളാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അല്ലെ, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2024 പുരസ്കാരമാണ്. നമ്മൾ ഈ വർഷം 2025 പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു അല്ലെ. നോവൽ വിഭാഗത്തിൽ ഇപ്രാവശ്യം നോവൽ വിഭാഗത്തിൽ ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ GR ഇന്ദുഗോപൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ്. GR ഇന്ദുഗോപന്റെ ഏത് കൃതിക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആനോ എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പം ആനോ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നോവൽ വിഭാഗത്തിലാണ് വരുന്നു. അത് ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെഴുതിയിരിക്കുകയാണ്? GR ഇന്ദുഗോപൻ എഴുതിയതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണ്ടേ. നോക്കൂ, നോവൽ വിഭാഗം GR ഇന്ദുഗോപൻ, ഇന്ദുഗോപന്റെ ആനോ. ഒന്നുകൂടി പറയുന്നു, നോവൽ വിഭാഗത്തിൽ ഇന്ദുഗോപൻ, ഇന്ദുഗോപൻ എന്നെ അവസാനത്തെ ഇന്ദുഗോപന്റെ ഒന്ന് ഓർത്ത് വെച്ചോളുക. കൃതി ഏതാ? നോ 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 നോ. അപ്പൊ നോവൽ വിഭാഗമാണ്. ആ നോ എന്ന് പറയുന്ന കൃതിയാണ്. ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോപൻ എഴുതിയതാണ്. GR ഇന്ദുഗോപന്റെ കൃതിയാണ് ആനോ എന്ന് പറയുന്നത്. അത് നോവൽ വിഭാഗത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടി കിട്ടി കിട്ടി. ചെറുകഥാ വിഭാഗത്തിലാണ് ഇപ്രാവശ്യം. ചെറുകഥാ വിഭാഗത്തിൽ ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ V ഷിനിലാലാണ്. വ്യക്തിയുടെ പേരൊന്ന് ഓർത്ത് വെച്ചിരുന്നു, V ഷിനിലാൽ. V ഷിനിലാലിന്റെ ഏത് കൃതിക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറുകഥാ വിഭാഗത്തിൽ. ആരെഴുതി? V ഷിനിലാൽ. V ഷിനിലാൽ. ലാൽ നമ്മുടെ ലാലാരാ? മോഹൻലാൽ അല്ലേ, മോഹൻലാൽ. മോഹൻലാലിന്റെ മിക്ക സിനിമകളും അല്ലെ, മിക്ക സിനിമയുടെ കഥകളും നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ അതിലൊന്നുകിൽ അരുവി, ജലയാത്ര എന്തെങ്കിലും റിലേറ്റഡ് ആയിരിക്കും. മിക്കവാറും നരസിംഹം സിനിമ, നരൻ എന്ന് പറഞ്ഞൊരു സിനിമ, ഏറ്റവും അവസാനം തുടരും എന്ന് പറയുന്ന സിനിമയുടെ കഥ ഒരു അല്ലെ കാറിലൂടെ ഒരു ജലയാത്ര പോലെ നൈസായിട്ട് പോകുന്നുണ്ട്. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലാൽ ഇവിടെ നമ്മൾ മോഹൻലാലാണ്. മോഹൻലാലിന്റെ മിക്ക കഥകളിലും അരുവി, ജലയാത്ര ആ തീം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തു പോകാം. കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നോവല് ആനോ, ഇന്ദുഗോപൻ. ചെറു കഥ ആരുടെ കഥ? ലാല്, മോഹൻലാല് എഴുതിയത് V ഷിനിലാലാണേ. ഏതാണ് കൃതി? ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് പറയുന്ന കൃതിയാണ്. ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് കവിതാ വിഭാഗത്തിലാണ്. കവിത അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്ന കവിതയ്ക്കാണ്. മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്ന കവിതയ്ക്കാണ്. അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ്. കണക്ട് ചെയ്യാം. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് മിക്കവാറും നമുക്ക് ഷെയറിംഗ് മെന്റാലിറ്റി കൂടുതലുള്ളവരായിരിക്കും. ഷെയറിംഗ് മെന്റാലിറ്റീസ് ഒക്കെ കൂടുതലുള്ളവരായിരിക്കും. പ്രത്യേകിച്ച് നാട്ടും പ്രദേശത്തായിരുന്നാൽ പോലും നമുക്ക് ഷെയറിംഗ് മെന്റാലിറ്റി കൂടുതലാണ് അല്ലെ. ഇവിടെ ഒരു സാധനം, അതായത് എന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത വീട്ടിൽ കൊടുക്കുന്ന ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു അല്ലെ, സ്പെഷ്യൽ എന്തെങ്കിലും. അതേപോലെ അടുത്ത വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തരുന്ന ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടായിരിക്കും. യെസ് ഓർ നോ എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, യെസ്. ഞാനൊരു ചെറിയൊരു വീട് വരയ്ക്കുകയാണ്. നമ്മൾ ഷെയറിംഗ് മെന്റാലിറ്റി ഉള്ളവരാണ്. അപ്പൊ ഈ രണ്ട് വീട്ടിലെ നമ്മൾ പേരുകൾ എടുക്കുന്നു. ഒരു വീട്ടിന് കവിത എന്നും ഒരു വീട്ടിന് അനിത എന്നും കൊടുക്കുന്നു. ഇത് കവിതയുടെ വീടെങ്കിൽ ഇത് അനിതയുടെ വീടാണ്.
കവിത, ത, അനിത, അല്ലേ? ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ട്. അവർ പരസ്പരം എന്ത് ചെയ്യാണ്? വീടുകളിൽ കൊടുക്കുന്നു. മുരിങ്ങ ഷെയർ ചെയ്തു, വാഴ, കറിവേപ്പ് എന്നിവ എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യുന്നു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ മുരിങ്ങ, വാഴ, കറിവേപ്പ് അത് ഏത് വിഭാഗത്തിൽ വരുന്നു? കവിതാ വിഭാഗത്തിൽ. ആരെഴുതി? അനിത തമ്പി. അപ്പൊ കവിത, അനിത എന്തൊക്കെ ഷെയർ ചെയ്തടാ? മുരിങ്ങ, വാഴ, കറിവേപ്പ്, അല്ലെ? മുരിങ്ങയിലയും ബാക്കി മുരിങ്ങയൊക്കെ ഷെയർ ചെയ്ത, അല്ലെ? വാഴ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത്തക്കായ, അല്ലെ? വാഴ ഇല വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെ? പിന്നെ കറിവേപ്പ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. 3 കിട്ടി. ഓക്കെ. അപ്പൊ നോവൽ വിഭാഗത്തിൽ GR ഇന്ദുഗോപന്റെ ആന എന്ന് പറയുന്ന കൃതി കൊണ്ടുപോയി. ചെറുകഥ, കഥ നമ്മൾ മോഹൻലാലിന്റെ കഥ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ലാലിന്റെ കഥയിൽ എന്തൊക്കെയുണ്ട്? അരുവി, ജലയാത്ര, മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കവിത, അനിത, അല്ലെ? കവിതയും അനിതയും മുരിങ്ങ, വാഴ, കറിവേപ്പ് ഷെയർ ചെയ്തു. ക്ലിയർ ആണ്. ദേ പ്രവേശിക്കുന്നടാ നാടകം പിള്ളേരെ. നാടകം മിക്കവാറും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവരാണല്ലേ? നാടകം കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നാടകത്തിന് ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ശശിധരൻ നടുവിൽ. ഏതാണ് കൃതി? പിത്തളശലഭം. പിത്തളശലഭം ഏത് വിഭാഗത്തിൽ വരുന്നു? നാടകം. ആരെഴുതി? ശശിധരൻ നടുവിൽ. ഞാനൊരു നാടകം കാണിക്കാൻ പോകുന്നതാ, കണ്ടോളൂ. മിക്കവാറും ഒക്കെ നമ്മൾ നാടകം കണ്ടിട്ടുണ്ടായിരിക്കും. നാടകങ്ങളുടെ നടുവിലായി മൈക്ക് കെട്ടിയിട്ടുണ്ടായിരിക്കൂലേ? നടുവിൽ, അല്ലേ? നടുവിൽ. ഈ മൈക്ക് പിച്ചള കൊണ്ടുണ്ടാക്കിയെന്ന് നമുക്ക് ചിന്തിക്കും. പിച്ചള ഈസ് പിത്തള എന്ന് കിട്ടണം. നടുവിലായി മൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് നടുവിൽ? നാടകം എഴുതിയിരിക്കുന്നത് ശശിധരൻ നടുവിലാണ്, അല്ലേ? കിട്ടൂലേ? നടുവിൽ മൈക്ക് കെട്ടി. ആ മൈക്ക് നമ്മൾ എന്തുകൊണ്ടുണ്ടാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു? പിച്ചള എന്ന് പറയുന്നത് പിത്തള എന്ന് കിട്ടണം. പിത്തളശലഭം. ഏകദേശം 400-450 പരം നാടകങ്ങൾ എഴുതിയിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് ശശിധരൻ നടുവിൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് ഏത് നാടകത്തിനാണ് ഇപ്രാവശ്യം 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ പിത്തളശലഭം കിട്ടി. നാടകം ശശിധരൻ നടുവിൽ. പിച്ചള എന്നുള്ളത് പിത്തള എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ പിത്തളശലഭം എന്നുള്ളതും കിട്ടി. ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് ബാലസാഹിത്യത്തിലോട്ടാണ്. ബാലസാഹിത്യം ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ E.N. ഷീജ. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്മ മണമുള്ള കനിവുകൾ. അപ്പോൾ അമ്മ മണമുള്ള കനിവുകൾ ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബാലസാഹിത്യമാണ്. ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ E.N. ഷീജയും. നമ്മളെല്ലാം ബാലന്മാരായിരിക്കെ നമ്മുടെ ഇടയിൽ ഒരു കാര്യം നടന്നു. നമ്മളൊരു സംസാരം ഉണ്ടായിരുന്നു. നോക്കൂ, ഇത് എന്റെ അമ്മയാണ്, നിന്റെ അമ്മ അല്ലടാ. അല്ലെ? സഹോദരങ്ങളുള്ളവർക്ക് അറിയാം. അവിടെ ഇത് എന്റെ അമ്മയാണ്, നിന്റെ അമ്മയൊന്നുമല്ല, നിന്നെ തവിട് കൊടുത്തു, മുട്ട കൊടുത്തു, അങ്ങനെയൊക്കെ വായിച്ചു എന്നൊക്കെ നമ്മൾ വാങ്ങിച്ചവരാണ് എന്നുള്ളവരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിന്റെ അമ്മയിലൂടെ ഇത് എന്റെ അമ്മയാണ്, എനിക്ക് അമ്മയോടാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോടാണ് കൂടുതൽ സ്നേഹം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഇത് എന്റെ അമ്മ. അത് ബാലന്മാരായിരിക്കുമ്പോഴാണ്. ഇപ്പോഴും പറയുന്നുണ്ട്, ഇല്ല എന്നല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബാലന്മാരായിരിക്കുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞു? ഇത് എന്റെ അമ്മ. ഇത് എന്റെ. ഒന്ന് ചിന്തിച്ചേ, ഇത് എന്റെ അമ്മ. അമ്മ മണമുള്ള കനിവുകൾ. ബാലന്മാരായിരിക്കെ E.N. ഷീജ. ഇത് എന്റെ അമ്മ മണമുള്ള കനിവുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. കിട്ടി. നാടകം ശശിധരൻ നടുവിലാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പിത്തളശലഭം എന്ന് പറയുന്ന കൃതിക്കാണ്. പിത്തളശലഭം ഏത് വിഭാഗത്തിൽ വരുന്നു? നാടകത്തിൽ വരുന്നു. ശേഷം നമ്മൾ ബാലസാഹിത്യമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ബാലസാഹിത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? E.N. ഷീജയുടെ
അമ്മ മണമുള്ള കനിവുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് ഈ എൻ എന്നുള്ളത് ഈത്ത് എന്റെ അമ്മ കിട്ടി. അമ്മ മണമുള്ള കനിവുകൾ. അമ്മ എന്നുള്ളത് കൃതിയാണ്. അമ്മ മണമുള്ള കനിവുകൾ. അടുത്ത് നമ്മൾ നോക്കുന്ന യാത്രാ വിവരണമാണ്. യാത്രാ വിവരണം KR അജയന്റെ ആരോഹണം ഹിമാലയം എന്ന് പറയുന്ന കൃതിക്കാണ് യാത്രാ വിവരണം. ആരോഹണം ഹിമാലയം എന്ന് പറയുന്ന കൃതി ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് KR അജയൻ എഴുതിയതാണ്. അജയൻ. ഹിമാലയം യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും. ഒന്ന് ഹിമാലയം പോകണം, യാത്ര അല്ലെ യാത്ര. അപ്പൊ ഹിമാലയം പോവുക എന്ന് പറഞ്ഞാൽ അതൊരു യാത്രയാണ്. ഞാൻ 2019 പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. ഹിമാലയത്ത് പോയായിരുന്നു. ദൈവാധീനം കൊണ്ട് കൊറോണയ്ക്ക് മുമ്പേ അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെ അങ്ങ് പോയി. 2019 പോയി. സമുദ്രനിരപ്പിൽ നിന്നും 13,800 ഫീറ്റിന് മുകളിലുള്ള സർപ്പാസിൽ എത്തുന്നതിനും തൊട്ടു മുമ്പത്തുള്ള ഒരു ക്യാമ്പിലായിരുന്നു. നടന്നാണ് പോയത്. 8 ദിവസം വേണ്ടി വന്നു. അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയപ്പോൾ ഞാൻ എടുത്തൊരു ഫോട്ടോയാണ്. ഒരു അജയത്വം ഫീൽ ചെയ്തു. ഇവിടെ എത്തി. ജയം, അജയത്വം, ജയിക്കാൻ കഴിഞ്ഞു, ഇവിടെ എത്തി, അങ്ങനെ ഒരു ഫീലിങ്സ് നടത്തിയായിരുന്നു. അപ്പൊ ഒന്ന് ചിന്തിച്ചേ, നമ്മൾ എങ്ങോട്ട് പോയി? യാത്ര പോയി, ഹിമാലയം പോയി, അജയത്വം ഫീൽ ചെയ്തു. എഴുതിയത് KR അജയൻ. അജയത്വം, ജയിച്ചു, അല്ലെ അജയത്വം നമ്മൾ അവിടെ ഫീൽ ചെയ്ത് ഇങ്ങനെയൊക്കെ നമ്മൾ നിന്നൊരു ഫോട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യട്ടെ. 6 കാര്യങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യട്ടെ. നോവൽ, നോ. ഏതാണ് കൃതി? നോ. ആരെഴുതി? GR ഇന്ദുഗോപൻ. ശേഷം ചെറുകഥ, ലാൽ, മോഹൻലാൽ അല്ലെ എഴുതിയത്. V ശിനിലാലാണ്. അപ്പൊ ലാലിന്റെ കഥയിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? അരുവിയും ജലയാത്രയും. അപ്പൊ ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് പറയുന്നത് കിട്ടി. ശേഷം നമ്മൾ പ്രവേശിച്ചതായിരുന്നു കവിത. കവിതയും അനിതയും എന്തൊക്കെ ഷെയർ ചെയ്തു? മുരിങ്ങ, വാഴ, കറിവേപ്പ് ഷെയർ ചെയ്തു. ശേഷം നമ്മൾ നാടകമാണ് പഠിച്ചത്. നാടകത്തിന്റെ നടുവിൽ മൈക്ക് കെട്ടി. മൈക്ക് പിച്ചള എന്നുള്ളത് പിത്തള എന്നുള്ളത് ഓർക്കാൻ പറഞ്ഞു. നടുവിൽ എന്നുള്ളത് ശശിധരൻ. നടുവിൽ. കൃതി ഏതാ? പിത്തള ശലഭം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചു എന്നുള്ളത്. ബാലസാഹിത്യത്തിൽ ഇത് എന്റെ അമ്മ എന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞു. ബാലന്മാരായിരിക്കുമ്പോൾ ഈ എൻ ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ. യാത്രാ വിവരണത്തിൽ KR അജയന്റെ ആരോഹണം ഹിമാലയം. എങ്ങോട്ട് യാത്ര പോയടാ? ഹിമാലയത്തിലേക്ക് യാത്ര പോയി. അജയത്വം ഫീൽ ചെയ്ത് പിള്ളേരെ. ശേഷം നമ്മൾ പ്രവേശിക്കുന്നു സാഹിത്യ വിമർശനം. സാഹിത്യ വിമർശനം എഴുതിയത് G ദിലീപനാണ്. ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന കൃതിയാണ്. രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ G ദിലീപന്റേതാണ് സാഹിത്യ വിമർശനം. നമ്മൾ ദിലീപിന്റെ കല്യാണരാമൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കല്യാണരാമൻ എന്ന് പറഞ്ഞൊരു സിനിമ ദിലീപിന്റെ. അതിലൊരു രംഗത്തില് ഇനി വരന്റെ വീട്ടുകാരുടെ പരിപാടിയാണെന്ന് പറഞ്ഞതിന് ശേഷം സലിംകുമാർ ദിലീപിനോട് രാമൻകുട്ടി നിന്റെ ആ പഴയ ഐറ്റ് എടുക്കാൻ പറഞ്ഞു. രാമൻകുട്ടി ഹനുമാന്റെ വേഷം കെട്ടി നിന്നതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. രാമൻകുട്ടി ഹനുമാന്റെ വേഷം കെട്ടി വന്നു അല്ലേ? ഹനുമാന്റെ വേഷം കുട്ടി രാമൻകുട്ടി അവിടെ വന്നപ്പോഴാണ് അവിടെ ആരുമില്ല. ശേഷം ആര് വിമർശിച്ചു? സലിംകുമാർ വിമർശിച്ചു അല്ലേ? രാമൻകുട്ടി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ വിധി. ഹനുമാൻ രാമായണത്തിലെ കഥാപാത്രമാണ്. ദിലീപിൻ്റെതാണ് കല്യാണരാമൻ. വിമർശനം ഏറ്റുവാങ്ങിക്കേണ്ടി വന്നു സലിംകുമാറിന്റെ വിമർശനം. നോക്കൂ, സലിംകുമാറിന്റെ വിമർശനം, സാഹിത്യ വിമർശനം ആര് വാങ്ങിച്ചു? ദിലീപ് വാങ്ങിച്ചു. ഏതാണ് സിനിമ? കല്യാണരാമൻ. രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. കിട്ടിയില്ലേ? കിട്ടി. ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് വൈജ്ഞാനിക സാഹിത്യത്തിലോട്ടാണ്. വൈജ്ഞാനികം, ജ്ഞാനം അല്ലേ? ജ്ഞാനം എന്ന് പറയുന്നത് അറിവ്, ജ്ഞാനം, പ്രകാശം, ദീപം എന്നിങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഒരു ഫോട്ടോ ഞാനിപ്പോ കാണിച്ചിട്ടുണ്ട്. ജ്ഞാനം അറിവാണ്, അറിവ് പ്രകാശമാണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ദീപമാണ് അല്ലേ?
ഇതൊരു AI ഇമേജ് ആണ്. നിങ്ങളിത് രാത്രിയാണ് കാണുകയെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ രാത്രി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫുൾ ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന എന്നെ ഈ ഫോട്ടോ നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ. ഇതൊരു AI ഇമേജ് ആണ് അല്ലേ? കയ്യിൽ എന്തുണ്ട്? ഒരു ദീപമുണ്ട്. നമ്മുടെ ജ്ഞാനം, അറിവ് കൂടിയത് കാരണം അല്ലേ നമ്മളിപ്പം AI ഇമേജ് ഒക്കെ നമ്മൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ജ്ഞാനം, അറിവ്, ദീപം. എഴുതിയത് പി ദീപക്. AI ഇമേജ് ആണെന്ന് പറഞ്ഞു. നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. അപ്പൊ വൈജ്ഞാനിക സാഹിത്യത്തിൽ ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പി ദീപകിന്റെ നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. അവനസ്ഥാനത്ത് 2 ഞാൻ ഒന്നുകൂടി പറയുന്നു. സാഹിത്യ വിമർശനം ജി ദിലീപൻ. ഏതാണ് കൃതി? രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചു. വൈജ്ഞാനിക സാഹിത്യത്തിന് പി ദീപകിന്റെ നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ ലഭിച്ചു. ശേഷം ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ. ആത്മകഥ നമുക്ക് ഇപ്രാവശ്യം ഒരു രാജാവിനെ കൊണ്ട് എഴുതിപ്പിക്കാം. ഇപ്രാവശ്യം നമ്മൾ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ ആത്മകഥാ വിഭാഗത്തിൽ ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു രാജാവിന് കൊടുത്തു. രാജാവൊക്കെ ആത്മകഥ എഴുതുന്നില്ലേ? ഇവിടുത്തെ രാജാവിന്റെ പേര് രാജശേഖരവർമ്മൻ എന്ന് ചിന്തിച്ചാലും മതി. രാജശേഖരൻ അല്ലേ? കുലശേഖര വംശത്തിലെ രാജശേഖരനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മാമാങ്കത്തിലെ ആദ്യ രക്ഷാപുരുഷനായിരുന്നു രാജശേഖരവർമ്മൻ അല്ലെ? മാമാങ്കത്തിലെ ആദ്യത്തെ നടത്തിപ്പുകാർ കുലശേഖര വംശമായിരുന്നു. നമ്മളൊക്കെ പഠിച്ചതാണത്. ഇപ്പൊ രാജശേഖരവർമ്മനെ കൊണ്ട് നമ്മൾ ആത്മകഥ എഴുതി. ഞാൻ രാജാവാണെങ്കിലും രാജശേഖരൻ രാജാവാണെങ്കിലും ആത്മകഥ ഞാൻ തന്നെ എഴുതണമെന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞു. ഞാൻ രാജാവാണ്, ആത്മകഥ ഞാൻ എഴുതി. രാജശേഖരവർമ്മൻ ഞാൻ എന്ന ഭാവം. ഞാൻ രാജാവാണെങ്കിലും നല്ല ഭാവം ഉണ്ടായിരിക്കും. ഞാൻ തന്നെയാണ് എൻ്റെ ആത്മകഥ എഴുതേണ്ടതെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ രാജാവാണ്, രാജശേഖരവർമ്മനാണ്. അപ്പൊ ആത്മകഥ രാജാവ് രാജശേഖരൻ നായർ. ഏതാണ് കൃതി? ഞാനെന്ന ഭാവം. ആത്മകഥ അങ്ങനെ ഒന്ന് പഠിച്ചു പോവുക. കിട്ടി. ക്ലിയർ ആണ്. 9 എണ്ണമായി. 9 എണ്ണം. അവസാനത്തെ 6 എണ്ണം ഞാനൊന്ന് റിവ്യൂസ് ചെയ്യുന്നു. നാടകം ശശിധരൻ നടുവിലിന്റെ പിത്തള ശലഭം. ബാലസാഹിത്യം EN ഷീജ. നമ്മൾ എന്ത് പറഞ്ഞു? ഇത് എൻ്റെ അമ്മ മണമുള്ള കനിവുകൾ. ബാലസാഹിത്യത്തിന് നമ്മൾ കൊടുത്തു പോയത് അമ്മ മണമുള്ള കനിവുകൾ എന്ന് പറയുന്ന കൃതിക്കാണ്. ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെഴുതി? EN ഷീജയുടെ കൃതിയാണ് അമ്മ മണമുള്ള കനിവുകൾ. യാത്രാവിവരണം. നമ്മൾ എങ്ങോട്ട് യാത്ര പോയി? ഹിമാലയത്തിലേക്ക് യാത്ര പോയി. അജയത്വം ഫീൽ ചെയ്തു. യാത്രാവിവരണം KR അജയന്റെ ആരോഹണം ഹിമാലയം കിട്ടി. ശേഷം സാഹിത്യ വിമർശനമാണ് ജി ദിലീപന്റെ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ. ഒരു കാരണവശാലും ഇത് നിങ്ങൾ മറക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വൈജ്ഞാനിക സാഹിത്യം ജ്ഞാനം, അറിവ്, പ്രകാശം, ദീപം അല്ലേ? ദീപകിന്റെ AI ഇമേജ് ആണ് കാണുന്നത്. നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്ന കൃതിക്ക് നൽകി. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ ഡോക്ടർ കെ രാജശേഖരൻ അല്ലെ രാജാവിനെ കൊണ്ട് നമ്മൾ എന്തെഴുതിപ്പിച്ചു? ഇപ്രാവശ്യം ആത്മകഥ എഴുതിപ്പിച്ചു എന്ന് പഠിച്ചു. ഞാൻ രാജാവ് എഴുതി, ഞാനെന്ന ഭാവത്തിൽ എഴുതി. ഏതാണ് കൃതി? ഞാനെന്ന ഭാവം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കൃതി. അത് ആത്മകഥാ വിഭാഗത്തിലാണ് വരുന്നത്. നോക്കി വെച്ചോളുക. പിന്നെ 2 എണ്ണം. വിവർത്തനം ചിഞ്ചുപ്രകാശിന്റെ ജിയോ കോഞ്ചവല്ലി. എന്റെ രാജ്യം എന്റെ ശരീരം. വിവർത്തനം ട്രാൻസ്ലേഷൻ അല്ലെ? നിങ്ങളിൽ എത്ര പേര് തട്ടത്തിൻ മറയത്തിൽ സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് ഒരു സീനുണ്ട്. അജു വർഗീസ് ചിഞ്ചു മഞ്ജു എന്നൊക്കെ വിളിക്കുന്നുണ്ട് അല്ലേ? അജു വർഗീസിനെ കൊണ്ടാണ് നിവിൻ പോളി എന്ത് ചെയ്യുന്നത്? പല കാര്യങ്ങളും വിവർത്തനം കൊടുത്ത് സാധിച്ചെടുക്കുന്നത്.
അജു വർഗീസിന് ഒരു കോള് വരുന്നുണ്ട്, ബെല്ലടിക്കുന്നുണ്ട് അല്ലേ? അജു വർഗീസിന് ബെല്ലടിക്കുന്നുണ്ട്. അജു വർഗീസ് ഫോൺ അടുത്ത് വെച്ചാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ മിക്കവാറും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അടുത്തായിരിക്കും. ബെല്ലടിക്കുകയാണെങ്കിൽ പ്രകാശം ഉണ്ടായിരിക്കും അല്ലേ? മിക്കവാറും പേർക്ക് ചിലപ്പം ജിയോ സിം ആയിരിക്കും. ജിയോ സിം അല്ലെ, ജിയോ അത് എന്റെ രാജ്യത്താണ്, എന്തെല്ലാം കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നു അല്ലേ? എന്റെ രാജ്യത്താണ്, നമ്മൾ ശരീരത്തിന്റെ അടുത്ത് വെച്ചായിരിക്കും നമ്മൾ ഫോൺ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത് അല്ലേ? ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. എല്ലാവരും ഞാൻ അങ്ങനെ പറയുന്നില്ല, പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ഫോൺ അടിക്കുമ്പോൾ ഒരു പ്രകാശം നമുക്ക് അടിക്കുന്നതായിരിക്കും. നമ്മൾ ശരീരത്തിലായിരിക്കും മിക്കവാറും ഫോണൊക്കെ വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നത് അല്ലേ? യെസ്, ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. വിവർത്തനം ചിഞ്ചു പ്രകാശ്. ജിയോ കോണ്ടബെല്ലി എന്റെ രാജ്യം എന്റെ ശരീരം. കൃതി ജിയോ കോണ്ടബെല്ലി എന്റെ രാജ്യം എന്റെ ശരീരം എന്ന് പറയുന്ന കൃതിക്കാണ് ഇപ്രാവശ്യം എന്ത് ലഭിച്ചിരിക്കുന്നു? വിവർത്തനത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. കിട്ടണം. ചിഞ്ചു പ്രകാശ് എന്നോ അല്ലെങ്കിൽ വിവർത്തനം അതങ്ങനെ ചെയ്തെന്നോ ഏതെങ്കിലും ഒരു സാധനം കിട്ടിയാൽ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. ഹാസ്യ സാഹിത്യത്തിലോട്ട് പ്രവേശിക്കുകയാണ്. നമ്മളിൽ പലരും വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹാസ്യം പറയാറുണ്ട് അല്ലെ? വീട്ടിൽ നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയും ഹാസ്യങ്ങളൊക്കെ പറയും. ഇല്ല എങ്കിൽ നമ്മൾ എവിടെയെങ്കിലും മിക്കവാറും ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ പുറത്തു പോകുമ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഹാസ്യങ്ങളൊക്കെ പറയാറുണ്ട്. മലയാളികളെ സംബന്ധിച്ച് ഭക്ഷണങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇപ്പം കടക്കാരൻ മെനു കൊണ്ട് തരികയാണെങ്കിൽ പോലും നമ്മളെല്ലാം വാങ്ങിച്ചതിന് ശേഷം ചിക്കൻ ബിരിയാണിയും പെറോട്ടയും ചിക്കനൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് കൂടുതലും. മറ്റുള്ള വാങ്ങിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞതേ ഉള്ളൂ അല്ലെ? നമ്മൾ മിക്കവാറും പെറോട്ടയൊക്കെ മേടിച്ച് കഴിക്കുന്നവരായിരിക്കും. പെറോട്ടയും ചിക്കനും അല്ലെങ്കിൽ പെറോട്ടയോടൊപ്പം കുറച്ച് ഗ്രേവി തരാനൊക്കെ പറയും. നമ്മൾ കുറച്ച് ഗ്രേവി, പെറോട്ടയും ഗ്രേവിയും അല്ലേ? പൊറോട്ട ഗ്രേവി എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും, അത് മീനിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ചിക്കൻ്റെയോ മട്ടൻ്റെയൊക്കെ നീരാണ് എന്ന് ചിന്തിച്ചാൽ മതി. അതിൽ കിട്ടുന്ന ഒരു നീരാണ്. പൊറോട്ട ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? നീരാണ് എന്ന് ചിന്തിച്ചാൽ നീര് കഴിഞ്ഞു. പൊറോട്ട അതായിരിക്കുന്ന പിള്ളേരെ, നീരാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്, നീര് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പൊറോട്ടയോടൊപ്പം കിട്ടുന്ന നിരഞ്ജനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാസ്യ സാഹിത്യം നമ്മൾ പറയുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹാസ്യ സാഹിത്യം പറയുന്നു എന്ന് ചിന്തിക്കുക. നമ്മൾ ഇന്ന് കഴിക്കുന്നത് കേരളത്തിന്റെ മൈദാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം, മൈദാത്മകത അല്ലെ, മൈദ കൊണ്ടാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നു. ഹാസ്യ സാഹിത്യം നിരഞ്ജൻ, നിരഞ്ജന്റേതാണ്. കേരളത്തിന്റെ മൈദാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന് പറയുന്ന കൃതിക്കാണ് നമ്മൾ ഇപ്രാവശ്യം ഹാസ്യ സാഹിത്യത്തിന് ലഭിച്ചു. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് പെട്ടെന്ന് ഞാൻ നോട്ടിച്ചിട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ അതിനെ കണക്ട് ചെയ്യും അല്ലെ? നോവൽ GR എന്തുകോമന്റെ ആനോ കിട്ടും. നോ വെച്ച് നമ്മൾ പോയി. ചെറുകഥ വേഷിനിലാൽ മോഹൻലാല് അല്ലെ? അരുവി അഥവാ ഒരു ജലയാത്ര, ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഏത് വിഭാഗത്തിൽ വരുന്നു? ചെറുകഥാ വിഭാഗത്തിൽ. കവിത അനിത, കവിതയും അനിതയും അല്ലെ? കവിത അനിത എന്തൊക്കെ ഷെയർ ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. മുരിങ്ങ കറിവേപ്പ്. നടുവിൽ ശശിധരൻ നടുവിൽ മൈക്ക് കെട്ടി അല്ലെ? നാടകം ശശിധരൻ നടുവിൽ. പിത്തള ശലഭം കിട്ടി. ബാലസാഹിത്യം കിട്ടി. ഇത് എന്റെ അമ്മ എന്നുള്ളത് നമ്മൾ അവിടെ പഠിച്ചു പോയി. യാത്രാവിവരണം ഹിമാലയത്തിലേക്ക് നമ്മൾ പോയായിരുന്നു അല്ലെ? അജയത്വം ഫീൽ ചെയ്തു. KR അജയന്റെ ആരോഹണം ഹിമാലയം. സാഹിത്യ വിമർശന ദിലീപേട്ടന്റെ രാമായണം കല്യാണരാമനെ നമ്മൾ അത് വഴി കൊണ്ടുപോയി. വൈജ്ഞാനിക സാഹിത്യം, ജ്ഞാനം, അറിവ്, പ്രകാശം എന്ന് പഠിച്ചു. നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ വിപ്ലവം. എത്ര പേർ ലൈറ്റ് ഓഫ് ചെയ്തു ഈ പടം കാണാൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ലൈറ്റ് ഓഫ് ചെയ്തവർ കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കുക. ജീവചരിത്രമാത്മകത ഡോക്ടർ K രാജശേഖരനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ഞാൻ എന്ന ഭാവത്തിൽ അവിടെ നമ്മൾ എഴുതി അല്ലെ? വിവർത്തനം മഞ്ജു അല്ലെ? ചിഞ്ചു പ്രകാശിന്റെ ജിയോ കോണ്ടബെല്ലി എന്റെ രാജ്യം എന്റെ ശരീരം കൊണ്ടുപോയി. ഹാസ്യ സാഹിത്യത്തിൽ നിരഞ്ജന്റെ കേരളത്തിന്റെ മൈദാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം നമ്മൾ പ്രവേശിച്ചു. കിട്ടി. ഇതോടൊപ്പം ഞാനൊരു മൂന്ന് കൃതിയും കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഒന്ന് നോക്കി വെച്ചോ.
ദുർഗാപ്രസാദിന്റെ രാത്രിയിൽ അച്ചാങ്കാര എന്ന് പറയുന്ന കൃതിക്ക് യുവ കവിതാ പുരസ്കാരം. ദുർഗാപ്രസാദിന്റെ രാത്രിയിൽ അച്ചാങ്കാര. മിക്കവാറും ദുർഗയും ഭദ്രകാളിയൊക്കെ ഇറങ്ങുന്നത് രാത്രിയിലാണ്. യുവാക്കളായ നമ്മളെ അത് പേടിപ്പിക്കാറുണ്ട് അല്ല. അപ്പൊ യുവ കവിത അവാർഡ് രാത്രിയിൽ അച്ചാങ്കാര എന്ന് പറയുന്ന കൃതിക്ക് ഇത് മുന്നേ ചോദിച്ചൊരു ചോദ്യം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇപ്പോഴാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞത് ദുർഗാപ്രസാദിന്റെ കൃതി മുന്നേ ചോദിച്ചു എന്നുള്ളതാണ്. എം സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം ഉപന്യാസത്തിനുള്ള പുരസ്കാരം ലഭിച്ചതാണ്. അദ്ദേഹം ഇത് നിഷേധിച്ചു എന്നുള്ളതായിരുന്നു. നിരസിച്ചു. പക്ഷേ പൂക്കളുടെ പുസ്തകം ആരെഴുതി എന്ന് ചോദിച്ചാൽ എം സ്വരാജാണ് അല്ലെ. എം സ്വരാജാണ് പൂക്കളുടെ പുസ്തകം എഴുതിയിരിക്കുന്ന. ആരാണ്? എം സ്വരാജാണ്. ഒന്ന് ഓർത്ത് വെച്ചോളേ. ഡോക്ടർ കെ പി പ്രസീത എഴുത്തച്ഛന്റെ കാവ്യഭാഷ എന്ന് പറയുന്നതാണ് തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരത്തിന് ലഭിച്ചതാണ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ വലിയൊരു പുരസ്കാരം കൂടിയാണ് ഇത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. കെ പി പ്രസീതയുടെ എഴുത്തച്ഛന്റെ കാവ്യഭാഷ. എഴുത്തച്ഛനെ കുറിച്ച് ആരെന്ത് എഴുതിയിരുന്നാലും ആരെന്ത് പറഞ്ഞിരുന്നാലും PS ചോദിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പറയുന്നു. എഴുത്തച്ഛനെ പുതുമലയാളം മദൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് വള്ളത്തോളായിരുന്നു. എഴുത്തച്ഛന്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തിയായിരുന്നു C രാധാകൃഷ്ണൻ. മുൻപേ പറക്കുന്ന തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന് പറയുന്ന കൃതിയാണ്. എഴുത്തച്ഛന്റെ ജീവചരിത്രം എഴുതിയത് C രാധാകൃഷ്ണൻ. കൃതി തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ക്ഷമിക്കേട്ടോ. മുൻപേ പറക്കുന്ന പക്ഷികൾക്ക് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ച കൃതിയാണ് C രാധാകൃഷ്ണൻ. മുൻപേ പറക്കുന്ന പക്ഷികൾ വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സച്ചിദാനന്ദന്റെ കൃതിയാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ. കുട്ടികളുടെ എഴുത്തച്ഛൻ നെത്തല്ലൂർ ഹരികൃഷ്ണന്റെ കൃതിയാണ് കുട്ടികളുടെ എഴുത്തച്ഛൻ. ഇനി ചോദിക്കാം എഴുത്തച്ഛന്റെ കാവ്യഭാഷ. കെ പി പ്രസീത. ഓർത്ത് വെച്ചോളുക കേട്ടോ. ഇപ്രാവശ്യത്തെ വിശിഷ്ടാംഗത്വം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ 2024 പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ 2024 വിശിഷ്ടാംഗത്വം 2 പേർക്ക് കൊടുക്കുന്നു. KV രാമകൃഷ്ണനും ഏഴാശ്ശേരി രാമചന്ദ്രനും. രാമകൃഷ്ണനും അല്ലെ. രാമകൃഷ്ണനും രാമചന്ദ്രനും വിശിഷ്ടാംഗത്വമാണ്. 2 പേർക്കും കോമൺ ആയിട്ട് രാമ അല്ലെ. നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. രാമൻ 14 വർഷത്തെ വനവാസത്തിന് ശേഷമാണ് രാമന് വിശിഷ്ടാംഗത്വം കൊടുത്തത്. രാമകൃഷ്ണനും ഏഴാശ്ശേരി രാമചന്ദ്രനും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. രാമകൃഷ്ണനും രാമചന്ദ്രനും എന്ത് ചെയ്യുന്നു? അപ്പൊ ഇനി നമുക്ക് കോമൺ ആയിട്ട് രാമൻ. ശേഷം എന്താ നമുക്ക് നോക്കിക്കോടാം. സമഗ്ര സംഭാവന പുരസ്കാരമാണ്. 6 പേർക്ക് നമ്മൾ കൊടുത്തു എന്നുള്ളതാണ്. ഒന്ന് ഞാൻ പേര് വായിച്ചു വിടുന്നു. PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN, മറ്റൊന്ന് മല്ലികായൂനിസ് തുടങ്ങിയവർക്ക് സമഗ്ര സംഭാവന പുരസ്കാരവും കൊടുത്തുവിട്ടു. ഞാൻ നോക്കിയപ്പം PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN, മല്ലികായൂനിസ്. നമ്മൾ എന്നിൽ തുടങ്ങി എന്നിൽ അവസാനിച്ചു. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിൽ തുടങ്ങി. നോ. ഇന്ദുഗോപൻ നോവൽ വിഭാഗത്തിലാണ് നോ വന്നത്. നോക്കൂ, ഇത്രയും നിങ്ങൾ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടി റിവൈസ് ചെയ്യുക. നിങ്ങൾക്കപ്പം സെറ്റാവും. ഇതിനകത്ത് ഇത് ഏത് ചോദിച്ചിരുന്നാലും എന്ത് ചെയ്യണം, ഏത് വിഭാഗത്തിൽ നിന്നാണ്, ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.